ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മലയാളികളുടെ ഫേവറേറ്റായ നല്ല ഒന്നാന്തരം തൂവെള്ള നിറത്തിലുള്ള ചോറും കണ്ണനയില പുളിയിട്ട് പറ്റിച്ചെടുത്തതാണ്, മുളകിട്ട് പറ്റിച്ചെടുത്ത കണ്ണനയില കറിയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഫേവറേറ്റായ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഞാൻ 2 നല്ല കണ്ണനയില മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കണ്ണനയില എടുത്ത് വെട്ടാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് എന്നാൽ പിന്നെ ഈ കണ്ണനയില കറി വയ്ക്കുന്ന ഒരു ലോങ് വീഡിയോ ഇട്ടാൽ എന്താണെന്ന് എനിക്ക് തോന്നി. കണ്ടില്ല, ഒരു അയില ഞാൻ നന്നാക്കി തുടങ്ങി കേട്ടോ. അന്നേരമാണ് ഓർത്തത്. അപ്പോൾ ഓടി വന്നിട്ട് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി വന്നതാണ്. 2 കണ്ണനയില മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ 1/2 കിലോ ഞാൻ മേടിച്ചതാണ്. 1/2 കിലോ അയില മേടിച്ചപ്പോൾ 2 കണ്ണനയില ആയതുകൊണ്ട് 2 ഉള്ളൂ, കൂടുതലൊന്നും ഇല്ല കേട്ടോ, 2 ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് ഇനിയിപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് വെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, നല്ല അത്യാവശ്യം വലിപ്പമുള്ള 2 കണ്ണനയിലയാണ്. അതിപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് വെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ചെറിയ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് ചെറിയ പീസായിട്ട് ഞാനിങ്ങനെ മുറിച്ചിടുവാണ് കേട്ടോ. അപ്പം ഞാൻ തലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഈ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണനയിലയൊക്കെ ആയതുകൊണ്ട് അതിന് വലിയ കണ്ണാണല്ലോ. അപ്പം ഞാൻ അതിൻ്റെ കണ്ണൊന്നും കളഞ്ഞിട്ടില്ല. പിന്നെ തലക്കറി ആയിട്ട് വെക്കാനിപ്പോൾ നമുക്കങ്ങനെ ഒരുപാട് അയിലയൊന്നും കിട്ടിയിട്ടില്ലല്ലോ, 2 ഉള്ളൂ. അപ്പോൾ അതിനിപ്പോൾ 2 തലയുണ്ട്. അതിപ്പോൾ വേറൊരു സെപ്പറേറ്റ് ഒരു തലക്കറി വെക്കാനോ അല്ലെങ്കിൽ അയില തന്നെ വെക്കാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, 2 ഉള്ളൂ. അപ്പം ഞാൻ തലയും എല്ലാം ഒന്നിച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് തലക്കറിയും നമ്മളെല്ലാവരും കൂട്ടണതല്ലേ. നമ്മൾ ഒരു ചൊല്ലുണ്ടല്ലോ, അയിലത്തല അളിയനും കൊടുക്കാമെന്ന് കേട്ടോ. അപ്പം നമുക്ക് അയിലയുടെ തല മാത്രമല്ല, കണ്ണനയിലയുടെ തലയും നമുക്ക് അളിയനും കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചെറിയ പീസുകളായിട്ട് ഞാൻ മുറിച്ചൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ അല്ല ഇന്ന് ഇടാൻ ഉദ്ദേശിച്ചത്. ഇതിന് മുൻപേ ഒരു നല്ലൊരു സൂപ്പർ വീഡിയോ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഇങ്ങനെ ഒരു മീൻ അവന് സ്വന്തമായിട്ട് നന്നാക്കണം എന്ന് അവന് കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നു എന്നോട്. ആൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കണത്. മോൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അവന് നട്ടർ പറഞ്ഞൊരു മീനുണ്ടല്ലോ, നമ്മൾ മേടിക്കണ മീൻ, അത് വളർത്തു മീനാണല്ലോ. അപ്പോൾ ആ ഒരു മീൻ ഞാൻ ഒരു ദിവസം മേടിച്ചുകൊണ്ട് വന്നപ്പം അവന് വലിയ ആഗ്രഹം, അവൻ സ്വന്തം അത് വെട്ടി അത് കറി വയ്ക്കണതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ മീൻ കറിയാണല്ലോ വെക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ബാക്കി പറയട്ടെ, ഇടയ്ക്ക് ഇവിടെ ഞാൻ ഇതും കൂടെ പറയാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഒരു 16 വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് 2 കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ കുനുകുനാന്ന് അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീൻ കറി വെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മോൻ്റെ കഥയും പറയണം എൻ്റെ ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ട് ഇങ്ങനെ രസം പിടിച്ച് വരുമ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടോ ഒരു പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ, ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും കേട്ടോ. ഷോർട്സ് ഞാൻ കുറേ ഇടുന്നുണ്ട്, അതൊക്കെ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, കമൻസുകൾ വരുന്നുണ്ട്, വളരെ സന്തോഷം. അതുപോലെ തന്നെ ലോങ് വീഡിയോയും നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി കുറേ കൂടെ സന്തോഷം, ഇരട്ടി മധുരം എന്നൊക്കെ പറയണ പോലെ കുറേ കൂടി സന്തോഷം വരും കേട്ടോ. സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ വ്യൂസൊക്കെ കൂടുമ്പോൾ നമുക്ക് സന്തോഷമാണല്ലോ. അപ്പം ഞാനിത് ഇഞ്ചിയൊക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം 16 വെളുത്തുള്ളി നന്നാക്കിയത്, 2 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക് കീറിയിട്ടത് കേട്ടോ. അത്രയാണ് ഇപ്പം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നോൺ സ്റ്റിക്കാണ്. അപ്പോൾ ഇത് കുറച്ച് പഴയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ തവയൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ. അല്ല, നോർമൽ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കണത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു കേട്ടോ. അന്നിത് പുതിയതായിരുന്നു. ആക്ച്വലി എനിക്ക് പിന്നെ മരം കൊണ്ടുള്ള ആ ഒരു തവയൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം പിന്നെ ഞാനിത് കുറച്ച് പഴയതായി. ഇനിയിപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ തവ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ഇത് തന്നെ വെച്ച് യൂസ് ചെയ്തുകൊണ്ട് അപ്പം നമുക്കത് ഇല്ലാതെ വന്നു. അത് കുഴപ്പമില്ല. അപ്പം ഇതിപ്പോൾ കുറച്ച് പഴയതായി. ഇനിയിപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല.
അപ്പം ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ കടുകും ഉലുവയൊക്കെ ഇട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലോട്ടേക്കൊരു പച്ചമുളക് കീറിയിട്ടതും നമ്മൾ നന്നാക്കി വെച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ കൂടെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് പകുതി മൂപ്പായിട്ട് ഇങ്ങനെ വഴന്ന് വന്ന സമയത്ത് ഞാനിതേ നല്ല കുടംപുളി ഒരു 3 കഷ്ണം എടുത്തിട്ടുണ്ട്. ചെറിയതാട്ടോ, ചെറിയ പീസാണേ, വലിയ പീസൊന്നും എടുത്തിട്ട് എല്ലാവരും ഇടണ്ട. ചെറിയ കുടംപുളിയായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഞാനിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പുളി ഇടുന്നത് എന്തിനാന്ന് വെച്ചാലേ, ഇപ്പം നമ്മൾ മൂപ്പിക്കണ സമയത്ത് ഈ പുളി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ പുളിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കറിയിലോട്ടേക്ക് ഇറങ്ങും കേട്ടോ. അല്ല നമ്മൾ ഇത് ലാസ്റ്റ് സമയത്ത് നമ്മൾ ഈ കറിയൊക്കെ ആക്കി ഇതെല്ലാം വഴറ്റി കഴിഞ്ഞ് മീനൊക്കെ ഇട്ട് തിളയ്ക്കണ സമയത്തൊക്കെ ഈ പുളി കൊണ്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു പുളിയൊന്നും അതിലോട്ട് ശരിക്കും പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ അതേ ഞാനിപ്പോൾ ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ബോധിനിയുടെ നല്ല കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ടത്. അത് 2 ടേബിൾ സ്പൂൺ അളവിനാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഈ കറി വയ്ക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ ടേബിൾ സ്പൂണിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനതിങ്ങനെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് അങ്ങനെ അങ്ങ് ഇടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇട്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടാവും. ഇപ്പം ഞാൻ അളവ് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് സ്ഥിരമായിട്ട് ചെയ്യാത്ത ആൾക്കാർ, പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് അറിയത്തില്ല ഇതിൻ്റെ അളവ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവ് പറയണത്. ഇപ്പം ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നമുക്ക് അളവ് വേണമെങ്കിൽ ഞാൻ 1/4 ലിറ്ററിൻ്റെ ചെറിയ കപ്പുണ്ടല്ലോ, ആ കപ്പിനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പാണ് ഇടുന്നത്, ഉപ്പ് പൊടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ഐസ് സ്പൂണുണ്ടല്ലോ, ആ സ്പൂൺ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്പൂണാണ് ഞാൻ ഇടുന്നത്. അതാണ് 2-3 സ്പൂൺ ഞാൻ പിന്നെ ഉപ്പിൻ്റെ പൊടി ഇടണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും വലിയ ടേബിൾ സ്പൂണിനൊന്നും 2-3 സ്പൂൺ ഉപ്പൊന്നും ഇടരുത്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ അതിന് 1/2 സ്പൂണ് ഉപ്പ് പൊടിയാണെങ്കിൽ 1/2 സ്പൂണ് മതിയാവും കേട്ടോ. അതിട്ടാൽ മതി. പിന്നെ നമുക്ക് ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് ചേർക്കാം, പക്ഷെ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചേർക്കാൻ പറ്റില്ല, അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പം നമ്മൾ ഉപ്പിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. അത് നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ ആ പുളിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഗ്രേവിയിലോട്ടേക്ക് നന്നായിട്ട് ഇറങ്ങണം. അതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഗ്രേവി എന്ത് ചെയ്യുള്ളൂ, ആ മീൻ കഷ്ണങ്ങളാക്കി വെച്ചതിലോട്ടേക്ക് ഒഴിക്കുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മുടെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ഈ മീൻ കറിയിൽ പിടിക്കുള്ളൂ. ചിലർ പറയില്ലേ മീൻ കറിയിൽ ഉപ്പും പുളിയൊന്നും പിടിച്ചിട്ടില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കൊച്ചിൻ്റെ കറിയല്ലേ. അപ്പം അവൻ ആ മീനൊക്കെ വെട്ടി നല്ല ഞങ്ങൾ ക്ലിയറായിട്ട് നന്നായിട്ട് വീഡിയോ എടുത്തു കേട്ടോ. വീഡിയോ എടുത്തിട്ട് അവസാനം ആയപ്പോഴേക്കും അവൻ തന്നെ സ്റ്റോറേജ് ഫുള്ളായെന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ആ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഇടണത്. ആ വീഡിയോ ഇടണം എന്നാണ് ആക്ച്വലി ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ ഈ കറിയിലോട്ടേക്ക് നമ്മൾ പിന്നെ നല്ല മൂപ്പിച്ച് ചേർത്ത് തിളപ്പിച്ചെടുത്ത ആ മീനിൻ്റെ ഗ്രേവിയൊക്കെ അതേ മീൻ കഷ്ണത്തിലോട്ടേക്ക് ഒഴിച്ച് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് സ്പൂൺ കൊണ്ടോ തവി കൊണ്ടോ ഒക്കെ ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇളക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ചട്ടി ചുറ്റിക്കാനേ പാടുള്ളൂ കേട്ടോ. അല്ലാണ്ട് സ്പൂണിട്ട് ഇളക്കരുത് വെന്ത് കഴിയുമ്പം. ഇപ്പോൾ ഇതേ ഞാൻ അതിലോട്ടേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. പിന്നെ അതിലോട്ടേക്ക് 2 തക്കാളി നല്ല ചെറുതായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കുടംപുളി ഇട്ട് പറ്റിച്ചെടുത്ത നല്ല മീൻ കറിയാണ് കേട്ടോ. അപ്പം ഈ കറിയിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ഒഴിച്ച് മീൻ കറിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ചൂട് സമയത്ത് തേങ്ങയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അതൊന്ന് നാശമായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുളി ഇട്ടിട്ട് മുളക് ഇട്ട് പറ്റിച്ചെടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ, തുണി വെച്ചാണ് ഞാൻ ചുറ്റിക്കണത് കേട്ടോ. രണ്ടാമത്തെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കരുത്, മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിന്നെ ഇതിലോട്ടേക്ക് ഒന്ന് അടച്ച് വെച്ച് കുറച്ചുകൂടെ നേരം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് പറ്റിക്കണില്ല, കാരണം നാളെ എനിക്ക് ചപ്പാത്തി രാവിലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ഈ കറി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ചാറ് ഒരുപാടൊന്നും ഞാൻ പറ്റിക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൂടെ പറ്റിച്ചോളൂ കേട്ടോ. കടികൾക്കൊന്നും ഉപയോഗിക്കണില്ലെങ്കിൽ ഇതാ ഞാൻ നല്ല വെളിച്ചെണ്ണ അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ.
അപ്പോൾ ഈ മീൻകറി ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ വരണം കേട്ടോ. ഷോർട്സിൽ മാത്രമല്ല ലോങ്ങിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ എനിക്ക് വളരെ സന്തോഷമാവും കേട്ടോ.